ഓക്കെ. സോ നമ്മൾ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തിരുന്നു? സിമെന്റിനെ കുറിച്ച് ഇട്ടു അല്ലെ. ദെൻ മോർട്ടാറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്രിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദേ ആർ വേരിയസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ഓക്കെ. സോ ഓക്കെ, വേരിയസ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സാൻഡ്. ഓക്കെ, സാൻഡ്, യു നോ സാൻഡ്. സാൻഡ് എന്നൊന്നും അറിയാം. സോ അതും എന്താ പറയുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. മേജർ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് സിമെന്റ്, മോർട്ടാർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഉണ്ടാക്കാനും മേജർ ഇൻഗ്രീഡിയന്റ് ആണ് എന്ത് പറയുന്നത്, മേജർ കോമ്പോണന്റ് ആണ് എന്ത് പറയുന്നത്, സാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സോ ബേസിക്കലി നമ്മൾ സാൻഡ്, മെറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കമ്പൈൻലി കോൾഡ് ആസ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അഗ്രിഗേറ്റ് എന്ന് പറയും. അതായത് ഈ സാൻഡിനെയും അതുപോലെ നമ്മുടെ മെറ്റലിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അഗ്രിഗേറ്റ്സ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കോമൺലി കോൾഡ് ഇറ്റ് ആസ് ആൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയാം. നമ്മൾ സാൻഡ്, മെറ്റൽ എന്നൊന്നും പറയാൻ പാടില്ല. ദേ ആർ അഗ്രിഗേറ്റ്. ഓക്കെ, so the granular material which are chemically inert and used as filler material in concrete and mortar for economic construction. അതായത് ഈ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ ഗ്രാനുലാർ മെറ്റീരിയൽ ആണ്. ആൻഡ് ദേ ആർ കെമിക്കലി ഇനേർട്ട്. അതൊരു റിയാക്ഷനും പങ്കെടുക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്ല്, വെള്ളത്തിലൂടെ കല്ല് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടിടുമ്പോൾ അത് എന്തെങ്കിലും റിയാക്ഷൻ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ മണല് ഒരു റിയാക്ഷൻ എന്ത് ചെയ്യില്ല, അത് പങ്കെടുക്കില്ല. അവിടെ നിങ്ങൾ ഒരു കോൺക്രീറ്റ്, പഴയ കോൺക്രീറ്റിന്റെ കഷ്ണം നിങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇപ്പോഴും ആ മെറ്റൽ പീസ് നമുക്ക് കിട്ടും. സാൻഡ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണതാണ്, എംബഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണതാണ്. ഓക്കെ, സോ ദേ ആർ കെമിക്കലി ഇനേർട്ട് ആണ്, ഗ്രാനുലാർ ആണ്. അപ്പൊ അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റിങ്ങിനും അതുപോലെ നമ്മൾ മോട്ടോർ പ്രിപ്പറേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ കുറച്ചും കൂടി എക്കണോമിക്കൽ ആവുന്നത്. മനസ്സിലായോ? കൺസ്ട്രക്ഷൻ കുറച്ചും കൂടി എക്കണോമിക്കൽ ആവുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഈസ് അഗ്രിഗേറ്റ്. സിമെന്റ് മാത്രം വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവോ? ഇല്ല. കാരണം ഇപ്പോൾ ഒരു ചാക്ക് സിമെന്റ് 400 രൂപ വരെയാണ് വില വരുന്നത്. ഓക്കെ, സോ നമ്മളെ കൺസ്ട്രക്ഷൻ എക്കണോമിക്കൽ ആവാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സിമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്രാക്സ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? സിമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്രാക്സ് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപാട് കൂടുതലാണ്. സോ in avoid cracking and give more strength to the concrete. ഓക്കെ, സ്ട്രെങ്ത് കൂടുതൽ കിട്ടും, അതുപോലെ തന്നെ എന്ത് കിട്ടും? ക്രാക്കിങ് കുറവായി കിട്ടും. So that is the main function of an aggregate. Then we can discuss about the classification of aggregate. So mainly there are two types of aggregate depending upon the size. സൈസ് അനുസരിച്ചിട്ട് രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രിഗേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സാൻഡിന്റെ സൈസും മെറ്റലിന്റെ സൈസും രണ്ടല്ലേ. സോ ദാറ്റ് ഈസ് അത് തന്നെ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ക്ലാസിഫൈഡ് ഇൻടു ടു. സോ ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? കോഴ്സ് ഗ്രെയിൻ കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫൈൻ അഗ്രിഗേറ്റ്. കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടി വലുത്. സോ ദാറ്റ് ഈസ് വി കോൾഡ് ഇറ്റ് ആസ് കോഴ്സ് അഗ്രിഗേറ്റ്. ആൻഡ് വളരെ ചെറുതിന് നമ്മൾ എന്ത് കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. വളരെ ചെറുതിന് നമ്മൾ കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് കൂടുതലാണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് കോഴ്സ് അഗ്രിഗേറ്റ്. സൈസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? വി കോൾഡ് ഇറ്റ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്.
ഓക്കെ, സൈസ് കൂടുതലാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കും, സൈസ് കുറവുള്ളതാണ് നമ്മൾ എന്ത് വിളിക്കും, കോൾഡ് ഫൈൻ അഗ്രിഗേറ്റ്. അത് നമ്മൾ സാൻഡിൽ നമ്മൾ വിളിക്കുന്നത് ഫൈൻ അഗ്രിഗേറ്റും, മെറ്റൽ നമ്മൾ വിളിക്കുന്നത് കോഴ്സ് അഗ്രിഗേറ്റും. അപ്പൊ നമ്മൾ ഇനിയും സാൻഡും അതുപോലെ മെറ്റലിൽ നിന്നും ആരും പേപ്പറിൽ എഴുതി വെക്കരുത്. ഓക്കെ, വാല്യുവേഷൻ പോകുമ്പോൾ കുട്ടികൾ എഴുതി വെക്കണതാണ് സാൻഡ് അതുപോലെ മെറ്റൽ എന്നൊക്കെ എഴുതി വെക്കണതാണ്. സോ ഈ മെറ്റൽ എന്ന് എഴുതരുത്, ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. ഓക്കെ, സാൻഡിൽ നമ്മൾ പറയും ഫൈൻ അഗ്രിഗേറ്റ്, മെറ്റലിനെ വി കോൾഡ് ഇറ്റ് ആസ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുമ്പോഴായാലും ശരി എഴുതുമ്പോഴായാലും ശരി. ഓക്കെ, ഫൈൻ ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. ആൻഡ് ഈ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഞാൻ പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. സോ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറയാ, പണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാനുണ്ടല്ലേ, പണ്ടൊക്കെ നമ്മൾ ഈ ഗോതമ്പ് പൊടി അതുപോലെ പൊടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കും ഒരു CV പൊടി. നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ, അത് ഇപ്പോഴൊന്നും അത് സാധാരണ കാണാറില്ല. ഇപ്പൊ നമ്മള് ഡയറക്റ്റ് പാക്കറ്റ് പൊടി വാങ്ങുന്നത് നമ്മളൊന്നും കാണാറില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു 2-4 കൊല്ലം മുമ്പൊക്കെ നമുക്ക് ഇത് കാണാം. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാവും ഒരു സീവ്, അരിപ്പ പോലത്തെ ഒരു സാധനം. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പ് യൂസ് ചെയ്യുന്നില്ലേ? ഓക്കെ, അതാണ് സീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സീവ്. സോ എന്താ പറയാ, ഇതുപോലെ നമ്മൾ സാൻഡ് ഒക്കെ നമുക്ക് അരിക്കാൻ വേണ്ടി സീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മണല് കൊണ്ടുവരുമ്പോ എംസാൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അരിക്കേണ്ട കാര്യമില്ല. എംസാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അരിക്കേണ്ട കാര്യമില്ല, കാരണം അത് മെഷീനാണ് അത് പൊടിച്ചെടുക്കുന്നത്. അപ്പൊ അതെല്ലാം കറക്റ്റ് സൈസ് ആയിരിക്കും. പക്ഷെ നമ്മൾ റിവർ സാൻഡ് ഒക്കെ കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. കാരണം നമുക്കറിയാം റിവറിന്റെ ബെഡിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സാൻഡ് ഒക്കെ എന്താ വെച്ചാൽ ആദ്യം അരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അത് നമ്മൾ ഈ സാൻഡ് അരിക്കും. ഈ അരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ സീവ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ സീവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ സൈസ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് സീവ് എന്ന് പറയുന്നത് ഒരു അരിപ്പാണ് ശരിക്കും. ഓക്കെ, റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതുമ്മ ഒരു മെഷ് പോലെ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഒരു മെഷ് പോലെ, ദാറ്റ് ഈസ് നോൺ ആസ് സീവ്. ആ സീവിന്റെ ഓപ്പണിംഗ് there are different size. ആ സീവിന്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, നമ്മളൊരു സീവ് അരിപ്പില്ലേ, നമ്മുടെ വീട്ടിലെ അരിപ്പ് തന്നെ, അത് ചായ ഇരിക്കാനായതുകൊണ്ട് എന്താ, അതിന് ചെറിയ 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 ഹോളുകളായിരിക്കും. ചെറിയ ചെറിയ ഹോളുകളല്ലേ? ഓക്കെ, അതുപോലെ നമ്മുടെ സീവന നമ്മൾ എന്താ പറയുക, ഈ മെറ്റല് അതുപോലെ സാൻഡ് ഒക്കെ നമ്മൾ നോക്കുന്നത് അതിന് അതിന്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലത്തെ അരിപ്പുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സീവ് തന്നെയാണ്. ദേ ആർ ഓഫ് ഡിഫറെന്റ് സൈസസ്. ഓക്കെ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് ഉള്ളതുണ്ട്, ഡിഫറെന്റ് സൈസസ് ഉണ്ട്. അതായത് അത് വളരെ ചെറുതൊട്ട് വളരെ വലുത് വരെ ഉണ്ട്. ഏകദേശം ഞാൻ പറയാം 90 മൈക്രോൺ പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. ഒരു എന്താ പറയാ 1 mm തൊട്ട് ഏകദേശം 20 mm വരെ സൈസുള്ള സീവുകൾ ഉണ്ട്. 1 mm തൊട്ട് 20 mm വരെ. ഇത് റെക്ടാങ്കുലർ സ്ക്വയർ ഓപ്പണിംഗ് ആയിരിക്കും, മെഷ് പോലെ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4.75 mm സീവ്, അതായത് 4.75 mm എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓപ്പണിങ്ങിന്റെ സൈസ് ആണ് പറയുന്നത്. അതൊരു സ്ക്വയർ ഷേപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. ആ സ്ക്വയറിന്റെ സൈസ് പറയുന്നത് 4.75 mm. അത് ഏകദേശം 5 mm താഴെ. ഓക്കെ, അതിൽ കൂടി പാസ് ചെയ്യുന്ന, ഓക്കെ, അതിൽ കൂടി പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. 4.75 mm എന്ന് പറഞ്ഞ ഹോളിൽ കൂടി പാസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ഇത് കൂടി പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാളും സൈസ് കുറവായിരിക്കില്ലേ? നമുക്കൊരു ഹോളിൽ കൂടി കടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പൊ നമ്മൾ എന്തായിരിക്കും, ആ ഹോളിനേക്കാളും ചെറുതായിരിക്കില്ലേ? ലൈക്ക് വൈസ് 4.75 mm CV കൂടി പാസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. അതിൽ റീറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതിൽ പാസ് ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, കോൾഡ് ആസ് കോഴ്സ് അഗ്രിഗേറ്റ്. സോ ഡിഫറൻസ് മനസ്സിലായി, വാട്ട് ഈസ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ട് ഈസ് ഫൈൻ അഗ്രിഗേറ്റ്? ക്ലിയർ അല്ലേ? സോ കോഴ്സ് അഗ്രിഗേറ്റ് കുറച്ചുകൂടി വലുതായിരിക്കും, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റൽ, ഫൈൻ എന്ന് പറയുന്നത് നമ്മുടെ സാൻഡ്. ഓക്കെ, സോ 4.75 mm CV റീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, കോൾഡ് ആസ് കോഴ്സ്. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അരിഞ്ഞു പോവാതിരിക്കുക, ഓക്കെ, പാസ് ചെയ്യാതിരിക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് കോഴ്സ്. ആൻഡ് പാസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ക്ലിയർ അല്ലേ? കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് സാൻഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫൈൻ അഗ്രിഗേറ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാൻഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് സാൻഡ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ സാൻഡിനെ നമ്മൾ
സിവിൽ എഞ്ചിനീയറിംഗ് ടേം എന്താണ്? വി കോൾഡ് ഇറ്റ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ഓക്കെ, ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുക? യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് മോർട്ടാർ പ്രിപ്പറേഷൻ. So mortar, we already discussed about mortar. Mortar is a mixture of cement, water and sand. Cement, water and fine aggregate. Okay. So based on the formation, there are two types of sand. Okay. അത് ഏതൊക്കെയാ നമ്മൾ സാധാരണ രണ്ട് സാൻഡ് ഉള്ളത്? റിവർ സാൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? എം സാൻഡ് ഉണ്ട്. ഇപ്പൊ എം സാൻഡ് കണ്ടിട്ടില്ലേ? എം സാൻഡ് ഒരു ഗ്രേ കളർ ഇരിക്കുന്ന സാൻഡ് കണ്ടിട്ടില്ലേ? ഏകദേശം സിമെന്റിന്റെ ഒക്കെ കളർ തന്നെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എം സാൻഡ്. ആൻഡ് നാച്ചുറൽ സാൻഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് ആസ് റിവർ സാൻഡ്. ഓക്കെ, അങ്ങനെയാണ് രണ്ടെണ്ണം ഉള്ളത്. അപ്പൊ നമ്മൾ പേര് പറയാൻ നാച്ചുറൽ സാൻഡ് എന്ന് പറഞ്ഞാൽ റിവർ സാൻഡ് ആൻഡ് ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ്. ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എം സാൻഡിനെയാണ്. ഇത് കരിങ്കൽ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാകുന്ന സാൻഡ് എന്ന് പറയുന്നത് എം സാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്രഷ്ഡ് സ്റ്റോൺ. ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ്. സോ നാച്ചുറൽ, അതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. നാച്ചുറൽ സാൻഡ് എന്ന് പറഞ്ഞാൽ റിവറിന്റെ ബെഡിൽ നിന്നോ സ്ട്രീമിന്റെ ബെഡിൽ നിന്നോ കിട്ടുന്നതിനാണ് നാച്ചുറൽ ഓർ റിവർ സാൻഡ്. ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ് എന്ന് പറയുന്നത് ഈ സ്റ്റോൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്രഷ് ചെയ്യും യൂസിങ് മെഷീനറീസ്. അതിനാണ് ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ്. ആൻഡ് based on the formation, എന്ന് പറയുന്നത് we call it as river sand and M sand. And based on the source, river sand, pit sand and sea sand. സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എവിടെ നിന്നോ കിട്ടുന്നത്. അത് വെച്ചിട്ട് മൂന്നുണ്ട്. റിവർ സാൻഡ് ഉണ്ട്, അതുപോലെ പണ്ട് കാലങ്ങളിൽ കുഴി കുഴിച്ചെടുക്കും. പിറ്റ് സാൻഡ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിലുള്ള സാൻഡ് എടുക്കും, പിറ്റ് സാൻഡ്. ആൻഡ് ലാസ്റ്റ് വൺ സീ സാൻഡ്, കടൽ മണ്ണ്. അപ്പൊ അതിരുന്നാ മതി. റിവർ സാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കുറച്ചും കൂടി. അതാണ് എവിടെ ഉണ്ടാവുക? റിവറിന്റെ ബെഡിൽ കിടക്കുന്ന സാൻഡ് അല്ലെ? റിവർ ബെഡിൽ കിടക്കുന്ന സാൻഡ്. അതിന്റെ പ്രത്യേകത ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. അതാണ് ഏറ്റവും നല്ല സാൻഡ്. അത് ബ്രൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? നല്ല ക്ലിയർ ആയിരിക്കും. അത് വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ വീട്ടില് ഇത്തിരി കുഴിച്ചിട്ടുള്ള മണലും നിങ്ങൾ കടപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് മണലും ഈ നമ്മുടെ ഈ റിവർ ബെഡിലുള്ള മണലും ആയിരിക്കും. അപ്പൊ ഏറ്റവും നല്ലത് റിവർ ബെഡിലുള്ളതാണ്. കാരണം കടൽ തീരത്തുള്ള മണല്, കടലിനുള്ളിലുള്ള മണല് വളരെയധികം ഫൈൻ ആയിരിക്കും, വളരെ ഫൈൻ ആയിരിക്കും. അപ്പൊ അത്രയ്ക്കും ഫൈൻ ആയിട്ടുള്ളത് നമുക്ക് വേണ്ട. ശരിക്കും പറയാന്ന് പറഞ്ഞാൽ എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് വേണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ നല്ലൊരു സ്ട്രെങ്ത് കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഒരിക്കലും യൂണിഫോം സൈസുള്ള പാർട്ടിക്കിൾ ഉണ്ടാവാൻ പാടില്ല. സാൻഡ് ഇതാണ്, സാൻഡിലെ എല്ലാ പാർട്ടിക്കിളും സൈസ് ആണെങ്കിൽ അത് സ്ട്രെങ്ത് കിട്ടില്ല നമുക്ക്. അതിന് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? സ്ട്രെങ്ത് കിട്ടില്ല. ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. എല്ലാ പാർട്ടിക്കിളും സെയിം സൈസ് ആവുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയും. അപ്പൊ എല്ലാ പാർട്ടിക്കിളും സെയിം സൈസ് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് ആണ് പറയുന്നത് വെൽ ഗ്രേഡഡ്. വെൽ ഗ്രേഡഡ് എന്ന് വെച്ചാൽ എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 4.75 പാസ് ചെയ്യുന്നതാണ്. ആ 4.75 പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് തന്നെ പല പല സൈസ് ഉണ്ടാവും. 1 mm, 2 mm, 3 mm, 4 mm, 4.5 mm അങ്ങനെ പല സൈസുള്ള അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതാണ് കുറച്ചും കൂടി നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ നല്ലത്. അതായിരിക്കും കുറച്ചും കൂടി സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഷാർപ്പ് ആൻഡ് റൗണ്ട് പാർട്ടിക്കിൾ. അതൊരു നല്ലൊരു ഇതായിരിക്കും, ക്ലിയർ ആയിരിക്കും, ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും, റൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. That is mostly used for plastering or യൂസ് ചെയ്യും. അത് മോർട്ടാർ യൂസ് ചെയ്യും. പിറ്റ് സാൻഡ് എന്നുള്ളത് നമ്മൾ മണ്ണിൽ കുഴിച്ചെടുക്കുന്നതാണ്, മണ്ണ് കുഴിച്ചെടുക്കുന്നതാണ്. obtained from pits depth 1.5 meter to 2 meter depth of soil. 2 മീറ്റർ വരെ നമ്മൾ 1.5 to 2 മീറ്റർ വരെ ഉള്ള കുഴികളിൽ നിന്ന് കിട്ടുന്ന സോയിലിനാണ് നമ്മൾ പിറ്റ് സാൻഡ് എന്ന് പറയും. ഷാർപ്പ് ആയിരിക്കും, ആംഗുലർ ആയിരിക്കും, പോറസ് ആയിരിക്കും ആൻഡ് ഫ്രീ ഫ്രം സോൾട്ട്. പക്ഷെ നമ്മൾ റിവർ സാൻഡിനൊക്കെ എന്തായിരിക്കും? അത് സോൾട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. ബെസ്റ്റ് സൂട്ടബിൾ ഫോർ മോട്ടോർ പിറ്റ് സാൻഡ് യൂസ് ചെയ്യും. സാൻഡ് സീ സാൻഡ് എന്ന് പറയുന്നത് അവൈലബിൾ ഇൻ സീ ഷോർ, ബ്രൗൺ ഇൻ കളർ ആൻഡ് റൗണ്ട് ഇൻ ഷേപ്പ്,
contains salt and thus not suitable for construction. Construction നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വെറുതെ എവിടെയെങ്കിലും കൊണ്ടിടാം. Okay, that is it about the sand. Okay, സാൻഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് സാൻഡ്? Okay, this fine aggregated sand, how it is classified? If it is passing through 4.75 mm sieve, it is known as fine aggregate. It is known as fine aggregate. And what are the types? So mainly, based on the classification, there are two types: river sand and M sand. River sand and crushed sand. Okay. And depending upon the source, there are three types: river, pitch sand, and sea sand. So clear ആയിരുന്നു വിചാരിക്കുന്നു. നമുക്ക് നോക്കാം what is the qualities. ഇതൊക്കെയാണ് important ട്ടാ. Okay, clear അല്ലേ? സൗണ്ട് ഇപ്പൊ ശരിയായോ? സൗണ്ട് ക്ലിയർ ആയോ ഇപ്പൊ? സൗണ്ട് ഇപ്പൊ ഓക്കെ അല്ലേ? സാറേ ക്ലിയർ ആണ്, കുറച്ചുകൂടി ഒച്ചയിൽ പറയൂ. ഓക്കെ, ശരി ശരി, ഓക്കെ ട്ടാ.
ഓക്കെ നമുക്ക് അതായത് നമ്മൾ ഈ സോ സാൻഡ് ഷുഡ് ബി പാസിംഗ് ടു 4.75 mm sieve and retained in എത്രയാണ് sieve റിട്ടേൺ ചെയ്യണം retained in 0.05 mm 0.05 mm കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ വളരെ ഈ അരിപ്പൊടി പോലെ ഇരിക്കും, വളരെ പൊടിഞ്ഞിരിക്കും. ഓക്കെ ഓക്കെ സോ അതൊന്നും അതിനെ കുറിച്ച് വി ക്യാൻ ഡിസ്കസ് അതിനെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. ഓക്കെ അപ്പൊ ക്വാളിറ്റീസ് ഓഫ് സാൻഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദ ഗ്രെയിൻ ഷുഡ് ബി ഷാർപ്പ്, ആംഗുലാർ ആൻഡ് കോഴ്സ് ആൻഡ് ദ സാൻഡ് ഓക്കെ ഷാർപ്പ് ആയിരിക്കണം, ആംഗുലർ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം കോഴ്സ് ആയിരിക്കണം. ആൻഡ് സാൻഡ് ഷുഡ് ബി ഫ്രീ ഫ്രം ക്ലേ മെറ്റീരിയൽ ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽ. ക്ലേ മെറ്റീരിയലും ഓർഗാനിക് മെറ്റീരിയലും ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ ഗ്രെയിൻ ഷുഡ് ബി ഓഫ് ഡ്യൂറബിൾ മെറ്റീരിയൽ, ഡ്യൂറബിൾ മിനറൽ ഉദ്ദേശിക്കുന്നത് നല്ല ഹാർഡ് ആയിട്ടുള്ള റോക്ക് പൊടിഞ്ഞിട്ട് വേണം നമുക്ക് എന്തുണ്ടാവാൻ ഈ ഗ്രെയിൻസ് ഉണ്ടാവില്ല. അപ്പൊ ആ പോയിന്റ് ഇതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവൂട്ട, സെയിം മീനിങ് വരുന്ന പോയിന്റ്സ് ഉണ്ടാവും. യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സോൾട്ട്. ഓക്കെ സോൾട്ട് ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം ദാറ്റ് ഷുഡ് ബി വെൽ ഗ്രേഡഡ് ആയിരിക്കണം, എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലീൻ ഫ്രം, അത് പറയണ്ട, നമ്മൾ ഓൾറെഡി അവിടെ പറയുന്നുണ്ട്, ക്ലെയിം ഇതും പാടില്ല. ഈ പോയിന്റും ഓൾറെഡി വി ഡിസ്കസ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട്, ആൻഡ് സാൻഡ് ഷുഡ് പാസ് ത്രൂ ISE 4.75 mm. അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. ആൻഡ് റിട്ടേൺ ഇൻ 0.05 mm. So that is about the qualities of a good sand. നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് യൂസസ് ഓഫ് സാൻഡ് കൂടി നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് സാൻഡ്? അപ്പൊ നമ്മൾ അതിന്റെ ഗുഡ് ക്വാളിറ്റി പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു, എന്താണ് സാൻഡ് എന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് യൂസസ് ഓഫ് സാൻഡ്. ഓക്കെ അപ്പൊ സാൻഡ് ഈസ് യൂസ്ഡ് ഇൻ സിമന്റ് മോർട്ടാർ, ലൈം മോർട്ടാർ, സ്റ്റോൺ മേസൺട്രി ആൻഡ് ബ്രിക്ക് മേസൺട്രി. നമുക്കറിയാം സാൻഡ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യും അല്ലെ. സിമന്റ് യൂസ് ചെയ്യുന്ന എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യും? സാൻഡ് യൂസ് ചെയ്യും. മോർട്ടാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും, കോൺക്രീറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അതുപോലെ മോർട്ടാർ തന്നെ പല മോർട്ടാറിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർട്ടാർ ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ സ്റ്റോൺ മേസൺട്രി നമ്മൾ കരിങ്കല്ല് വയ്ക്കുമ്പോ അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ മോർട്ടാർ ഇടില്ലേ, മോർട്ടാറും കോൺക്രീറ്റ് ഉണ്ടാക്കാനാണ് മെയിൻ ഫംഗ്ഷൻ. അത്ര അറിഞ്ഞിരുന്നാൽ മതി. മോർട്ടാർ പ്രിപ്പറേഷൻ ആൻഡ് കോൺക്രീറ്റ് പ്രിപ്പറേഷൻ. ഓക്കെ then sand is used in plain cement concrete, reinforced cement concrete ആവൊന്നും പഠിക്കണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. സാൻഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ. ഈ മോർട്ടാർ എന്ന് പറയുമ്പോൾ ലൈം മോർട്ടാർ എല്ലാം ഇതിൽ വരും, പിന്നെ വേറെ പറയണ്ട. ആൻഡ് ഓൾസോ കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ സാൻഡ് യൂസ് ചെയ്യും. അപ്പൊ ഈ കോൺക്രീറ്റ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പറയണമെന്നില്ല, കാരണം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്യാണ് നമ്മൾ. എല്ലാ കോൺക്രീറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ കോഴ്സ് സാൻഡ് ഈസ് used for face plaster on external wall. നമുക്കറിയാം സാൻഡിൽ തന്നെ കോഴ്സ് സാൻഡ് ഉണ്ടാവും. ഇത് കുറച്ചും കൂടി ഈ എന്താ പറയാ സൈസ് കൂടിയ സാൻഡ്. ഓക്കെ കുറച്ചും കൂടി സൈസ് കൂടിയ, അതായത് ഈ 4.75 mm തന്നെയുള്ള ഇതിൽ കുറച്ചും കൂടി സൈസ് ആയിട്ട് ഉള്ള സാൻഡ്. നമുക്ക് ഇപ്പൊ ഈ മണൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മണൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അതായത് ഇത്തിരി സൈസ് കൂടിയ മണലുണ്ട്. ഈ എം സാൻഡ്, ഇപ്പൊ നമ്മള് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളുണ്ട്, അല്ലെങ്കിൽ എം സാൻഡ് തന്നെ. നിങ്ങൾ എം സാൻഡിന്റെ വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പല സൈസുള്ള എം സാൻഡിനെ കാണാം. പല സൈസുള്ള എന്ത് കാണാം? എം സാൻഡ് കാണാം. നമ്മളോട് ചോദിക്കുവര് എങ്ങനത്തെ എം സാൻഡാണ് വേണ്ടതെന്ന്. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കോഴ്സ് സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുക, പ്ലാസ്റ്ററിന് തേക്കാൻ യൂസ് ചെയ്യുക. എക്സ്റ്റേണൽ വാൾസിലൊക്കെ നമ്മൾ തേക്കാൻ യൂസ് ചെയ്യാറായിരിക്കും ഈ കോഴ്സ് സാൻഡിനേക്ക് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ ക്ലിയർ അല്ലേ? ആൻഡ് ഫൈൻ സാൻഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാസ്റ്ററിങ് ടു ഗിവ് എ സ്മൂത്ത് സർഫേസ് ഓൺ ദ വാൾ. അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ വളരെ നേർത്ത സാൻഡ് പാർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുക സ്മൂത്ത് സർഫേസ് ഉണ്ടാക്കാനാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണത്? ഇത് യൂസ് ചെയ്യുന്നത് ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ എന്താ പറയുന്നത്, ഈ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് മെറ്റീരിയൽ കിട്ടുന്ന കട അല്ലെങ്കിൽ എം സാൻഡ് കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സൈസ് ഉള്ളത് ഉണ്ടാവും. അപ്പൊ നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മൾ പല സൈസ് ഉള്ളത് സെലക്ട് ചെയ്യും. ആൻഡ് ദ സാൻഡ് സെർവ്സ് ആസ് എ ഡ്രെയിനേജ്
material and it therefore used in filtration plants, filling behind retain wall around the foundation and for filling well foundation as a filter to drain seepage water for certain earthen dam. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നത് ഫിൽറ്ററിങ് വർക്ക്സിന് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഫിൽറ്റർ നമ്മൾ വാട്ടർ ഫിൽറ്റർ യൂണിറ്റ് ഇല്ലേ, വാട്ടർ ഫിൽറ്റർ യൂണിറ്റ്, അതായത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഇരിക്കുന്ന കുഞ്ഞു യൂണിറ്റ് അല്ല, അത് ആക്ടിവേറ്റഡ് കാർബൺ ആണ് അതിലുള്ളത്, അല്ലെങ്കിൽ അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. അല്ലാതെ നമ്മുടെ വീടിന്റെ പുറകിലായിട്ട് ഇപ്പൊ വെക്കുന്നതാണ് ഒരു നീളത്തില്, നല്ല കുറ്റി പോലെ നല്ല നീളത്തിലുള്ള ഒരു സാധനം ഉണ്ട്. ഓക്കെ, അതിൽ വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. അതിൽ നമ്മൾ യൂസ് ചെയ്യുക സാൻഡാണ്. ചിലർക്ക് അറിയുന്നുണ്ടാവും, അതായത് ഈ ഫിൽട്ടർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാൻഡാണ്. വേസ്റ്റ് വാട്ടർ ഫിൽട്ടർ ചെയ്യാൻ, അതുപോലെ മെയിനായിട്ട് വേസ്റ്റ് വാട്ടർ ഒക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സാൻഡാണ്. ഓക്കെ, വേസ്റ്റ് വാട്ടർ ഒക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? സാൻഡാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വേസ്റ്റ് വാട്ടർ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സാൻഡാണ്. അപ്പൊ ആണ് സാൻഡ് ഫിൽട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാനുലാർ ഫിൽട്ടർ എന്ന് പറയും. നിങ്ങളൊന്ന് ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ സാൻഡ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റിട്ടേൺ വാളിന്റെ പുറകിൽ സാൻഡ് അറിയാലോ എന്തിനാ എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ അവിടെയൊക്കെ യൂസ് ചെയ്യും. നമ്മളിപ്പോ അതുപോലെ ഫ്ലോറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ എർത്തൻ ഡാം, മണ്ണോണ്ട് ഉണ്ടാക്കിയ ഡാം, എർത്തൻ ഡാം ഉണ്ട്, കോൺക്രീറ്റ് ഡാം ഉണ്ട്. അപ്പൊ ഈ എർത്തൻ ഡാമിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഫൈൻ സോയിൽ നമ്മൾ യൂസ്, അല്ലെങ്കിൽ നമ്മുടെ സാൻഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് സാൻഡ് ഈസ് യൂസ്ഡ് ബിലോ ഫ്ലോറിംഗ് മെറ്റീരിയൽ ടു പ്രൊവൈഡ് എ ഹാർഡ് ആൻഡ് ലെവൽ സർഫസ്. നമുക്കറിയാം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ വീടിന്റെ ഒക്കെ ഫ്ലോർ made up of sorry okay, and sand is made up of tiny rock fragment eroded by water. സോ അത് നമുക്കറിയാം, സാൻഡ് റോക്ക് ഇറോഡ് ചെയ്തിട്ടാണ് സാൻഡ് ഉണ്ടാവുന്നത്. സോ യൂസസ് ഓഫ് സാൻഡ് ക്ലിയർ അല്ലേ? കോൺക്രീറ്റിന് യൂസ് ചെയ്യും, മേസൺറി വർക്കിന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എവിടെ യൂസ് ചെയ്യും? അതുപോലെ ഈ ഡ്രെയിനേജ് അല്ലെങ്കിൽ ഫിൽട്ടർ മെറ്റീരിയൽ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ഈ ഫില്ല് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും, അതായത് ഇപ്പൊ ഫ്ലോറിന്റെ ഒക്കെ ഫില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോഴ്സ് സാൻഡ് നമ്മൾ യൂസ് ചെയ്യുക എക്സ്റ്റേണൽ വാൾ പ്ലാസ്റ്റർ ചെയ്യാനാണ്. അതുപോലെ ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുക എന്തിനാണ്? ഈ സ്മൂത്ത് വാൾ അല്ലെങ്കിൽ സ്മൂത്ത് ഫിനിഷ് ഇടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം യൂസസ് ഓഫ് സാൻഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സീവ് അനാലിസിസ്. അതായത് സാൻഡിന്റെ ഒരു ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. സാൻഡ് ഒരു ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് കോൾഡ് ആസ് സീവ് അനാലിസിസ്. ഓക്കെ, അതായത് സീവ് അനാലിസിസ്, അതായത് ഞാൻ പറഞ്ഞു അത് 4.75 mm CV കൂടി പാസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെ? 4.75 mm CV കൂടി പാസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് കൂടി പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. അതുപോലെ ഞാൻ പറഞ്ഞു, ഒരു നല്ലൊരു അഗ്രിഗേറ്റ് ആവണമെങ്കിൽ ഡിഫറെന്റ് സൈസുള്ള പാർട്ടിക്കിൾസ് അതിൽ വേണം. പല സൈസുള്ള പാർട്ടിക്കിൾസ് എന്ത് വേണം? അതിൽ വേണം. പല സൈസുള്ള പാർട്ടിക്കിൾസ് എന്ത് വേണം? അതിൻ്റെ ഉള്ളിൽ വേണം. ക്ലിയർ അല്ലേ? പല സൈസുള്ള പാർട്ടിക്കിൾസ് അതിൽ വേണം. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ 4.75 mm കൂടി പാസ് ചെയ്താൽ മാത്രം അതിൽ പല സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? 4.75 mm CV കൂടി പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ സൈസ് പാർട്ടിക്കിൾസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ അപ്പൊ അത് കണ്ടുപിടിക്കാൻ, അതായത് ഒരു സാൻഡില്
എന്തൊക്കെ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 4.75 mm കൂടി പാസ് ചെയ്യുന്നത് ഓക്കെ, ബട്ട് ആ 4.75 കഴിഞ്ഞാൽ അതിൽ ഡിഫറെന്റ് സൈസ് പാർട്ടിക്കിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉള്ളത്, അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്, സീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സീവ് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ സീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫൈൻ അഗ്രിഗേറ്റിനെ പല ഗ്രേഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പല ഗ്രേഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. നമുക്കറിയാം നല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ ഓക്കെ ഗ്രേഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസിഫൈ ചെയ്യും. നല്ല സാൻഡ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പല ഗ്രേഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ മെയിൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം, ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പാർട്ടിക്കിൾ വിത്തിൻ സർട്ടൻ റേഞ്ചസ് ഇൻ ആൻ അഗ്രിഗേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് വേരിയസ് സീവ് ഓഫ് ഡിഫറെന്റ് സൈസ് ഓപ്പണിംഗ്. അതായത് അതിലുള്ള ഞാൻ പറഞ്ഞു 4.75 mm കൂടി ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമ്മളൊരു ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. 6 അടിയിൽ താഴെയുള്ള ഒരു ഗ്രൂപ്പ്, 6 അടി ഹൈറ്റിന് മുകളിലുള്ളത് വേറെ ഗ്രൂപ്പ്. അപ്പൊ ഈ 6 അടി താഴെയുള്ള ഗ്രൂപ്പിൽ 5 അടിയുള്ള ആൾക്കാരുണ്ടാവും, 4 അടിയുള്ള ആൾക്കാരുണ്ടാവും, 4 അടിയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെ 5 അടിയുള്ള ആൾക്കാർ, അങ്ങനെ പല സൈസിലുള്ള എന്തുണ്ടാവും, ആൾക്കാരുണ്ടാവും ഈ 6 അടി താഴെ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ തന്നെ അപ്പൊ അതിൽ തന്നെ പല ഡിവിഷൻ വരാണ്. അപ്പൊ ഇതിനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 5 അടി തൊട്ട് 6 അടി വരെയുള്ള ആൾക്കാർ, 5 അടി തൊട്ട് 5 അടി വരെയുള്ള ആൾക്കാർ, 4 അടി തൊട്ട് 4, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പല സൈസ് ഉണ്ടോ അല്ലെങ്കിൽ ഓരോ സൈസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് പാർട്ടിക്കിൾ വിത്തിൻ ദ സർട്ടൻ റേഞ്ചസ് ഇൻ ദ അഗ്രിഗേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് വേരിയസ് സീവ് ഓഫ് ഡിഫറെന്റ് സൈസ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ, ഈ സാൻഡിന്റെ അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിന്റെ സൈസ് അല്ലേ, അപ്പൊ അതിന് ഓരോ സീവുകൾ ഉണ്ടാവും. 4.75 mm, 2.75 mm, അങ്ങനെ പല സൈസിലുള്ള സീവുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പിന്നീട്. ഇൻ സീവ് അനാലിസിസ് എ നോൺ വെയിറ്റ് ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ് ഈസ് സീവ്ഡ് സക്സ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സീവ്, ഈ അരിപ്പകൾ, ഓക്കെ, പല സൈസുള്ളത് നമ്മൾ എന്ത് വെച്ചാൽ അടക്കി വെക്കും. അടക്കി വെക്കുമ്പോൾ ഏറ്റവും വലിയ സൈസുള്ളത് മുകളിലും ചെറിയ സൈസുള്ളത് ഇങ്ങനെ താഴെയും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അടക്കി വെക്കും. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ. പല സൈസുള്ള അരിപ്പകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പല സൈസുള്ള അരിപ്പകൾ എന്ത് ചെയ്യും, ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ ഏറ്റവും വലുതും മുകളിലും, വലിയ സൈസ് ഉള്ളത് 4.75 ഏറ്റവും മുകളിലും, പിന്നെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. നമുക്കത് കാണാം. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ 1 കിലോഗ്രാം ആയിട്ടുള്ള ഡ്രൈ സാൻഡ്, ഉണങ്ങിയ സാൻഡ് നമ്മൾ യൂസ് ചെയ്യാം. വെറ്റല്ല, ഡ്രൈ സാൻഡ് നമ്മൾ എടുക്കും. 1 കിലോ എന്ന് വെച്ചാൽ നോൺ വെയിറ്റ്, സാധാരണ നമ്മൾ എടുക്കുക 1 കിലോഗ്രാം ആണ് എടുക്കുക. 1 കിലോഗ്രാം നമ്മൾ സാൻഡ് എടുക്കും. നമ്മൾ വീട് പണിക്ക് കൊണ്ടുകൊടുക്കേണ്ട സാൻഡ് 1 കിലോഗ്രാം നമ്മൾ എടുത്തുകൊണ്ട് വരാണ്. ഉണങ്ങിയ സാൻഡ് വേണം കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഏറ്റവും മുകളിൽ സീവിലാണ് ഇട്ട് കൊടുക്കും. അതായത് 4.75 mm മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അതിന്റെ താഴെ അടക്കി സീവ് ഇരിക്കാൻ കേട്ടാ. ഓക്കെ ഓക്കെ and it is an index gives idea about the fineness or coarseness of the aggregate. അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ സീവ് ചെയ്തു. അപ്പൊ സീവ് ചെയ്തപ്പോ നോക്കാട്ട, നമ്മളിങ്ങനെ പല സൈസുള്ളത് സീവ് ചെയ്തു. അപ്പൊ ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് വളരെ ഫൈൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ ഇതുള്ളൂ, കോഴ്സ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് പാർട്ടിക്കിൾ വളരെ ഫൈൻ ആയിപ്പോയി. മനസ്സിലായോ? അപ്പൊ അത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഡെക്സ്
ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് അതും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സീവ് അനാലിസിസ്. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ പല സൈസിലുള്ള സീവ് നമ്മൾ അടക്കി വെച്ചു. അപ്പൊ നമുക്ക് ഏറ്റവും വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഒരുപാട് കൂടുതലെങ്കിൽ നമ്മൾ അതിനെ വളരെ ഫൈൻ ആയിട്ടുള്ള സാൻഡ് എന്ന് പറയും. അതല്ല വലിയ സൈസുള്ള പാർട്ടിക്കിൾ അതിൽ കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, കോഴ്സ് സാൻഡ് എന്ന് പറയും. ക്ലിയർ അല്ലേ? കോഴ്സ് സാൻഡ്, ഫൈൻ സാൻഡ് എന്തെന്ന്. ഓക്കെ, കോഴ്സ് സാൻഡ് നമ്മൾ യൂസ് ചെയ്യുക എക്സ്റ്റേണൽ വാൾ തേക്കാനാണ്. ഫൈൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യുക സ്മൂത്ത് ഫിനിഷിനൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം ഫൈൻ സാൻഡ് എന്താ, കോഴ്സ് സാൻഡ് എന്താന്ന് അല്ലെ. വളരെ തരിതരിയുള്ള സാൻഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫൈൻ സാൻഡ് എന്ന് പറയും. വളരെ സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ കോഴ്സ് സാൻഡ് എന്ന് പറയും. നമുക്കറിയാം. സോ ഈ ഫൈൻനെസ് കൂടുതലുള്ള സാൻഡ് ആണ് വി കോൾഡ് ഇറ്റ് ആസ് ഫൈൻ സാൻഡ്. ആൻഡ് കോഴ്സ് പാർട്ടിക്കിൾ, വലിയ സൈസിലുള്ള പാർട്ടിക്കിൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ദാറ്റ് ഈസ് നോൺ ആസ് എ കോഴ്സ് ഓഫ് സൈസ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആണ് ഫൈനസ് മോഡുലസ് കണ്ടുപിടിക്കണം. ഫൈനസ് മോഡുലസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സാൻഡ് ഫൈൻ ആണോ കോഴ്സ് ആണോ എന്ന് അറിയാനുള്ള ഒരു ഇതാണ് ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത്. അത് ആ കിട്ടിയേക്കുന്ന സാൻഡ് ഫൈൻ സാൻഡ് ആണോ കോഴ്സ് സാൻഡ് ആണോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നോൺ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് സീവ് ചെയ്യും. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്കിവിടെ വലിയ വലിയ സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. നമുക്കിവിടെ സാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 80-40-20 നമുക്ക് വി ക്യാൻ അവോയ്ഡ്. 80-40-20 വി ക്യാൻ അവോയ്ഡ്. ഓക്കെ, നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിന് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യും. നമ്മളിപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഫൈൻ അഗ്രിഗേറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന സീവിനെ കുറിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ സോ നോൺ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് സീവ്ഡ് ത്രൂ ദ സീവ്. ഞാൻ പറഞ്ഞു 1 കിലോഗ്രാം സീവ്ഡ്. അടുത്ത സീവ് നമ്മളിങ്ങനെ അടക്കി വെക്കും. അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. ഏറ്റവും മുകളിൽ 4.75, പിന്നെ 2.36, പിന്നെ 1.18, then 600 മൈക്രോൺ, 300 മൈക്രോൺ, 150 മൈക്രോൺ. മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻3. സോ അങ്ങനെ ആ രീതിയിലുള്ള എന്ത് ചെയ്യും, സീവുകൾ നമ്മൾ അടക്കി വെക്കും. ഓക്കെ, അതായത് 0.6 mm, 0.3 mm, 0.15 mm. ഇതിങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ ഇങ്ങനെ അടക്കി എന്ത് ചെയ്യും, ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിൽ. ആൻഡ് നമ്മൾ എന്ത് വെച്ചാൽ സോയിലിൽ 4.75 mm ഇതിലേക്ക് ഇടും. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒന്ന് ഷെയ്ക്ക് ചെയ്യും. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യും, പല സീവിൽ കൂടി ഇതിങ്ങനെ പാസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്നതിന്റെ വെയിറ്റ് എടുക്കുകയാണ്. 4.75 mm കൂടി എന്തായാലും പാസ് ചെയ്യും. ഈ 1.18 mm റീറ്റെയിൻ ചെയ്യുന്ന സോയിലിന്റെ വെയിറ്റ് എടുക്കും. അതുപോലെ 600 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്നതിന്റെ 2.36 റീറ്റെയിൻ ചെയ്യുന്നതിന്റെ വെയിറ്റ് എടുക്കും. 1.18 റീറ്റെയിൻ ചെയ്യുന്ന വെയിറ്റ് എടുക്കും. 600 മൈക്രോൺ റിട്ടേൺ ചെയ്യുന്ന വെയിറ്റ് എടുക്കും. 300 മൈക്രോൺ, 150 മൈക്രോൺ, ഇതിലൊക്കെ റിട്ടേൺ ചെയ്യണതിന്റെ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് എടുക്കും. ദെൻ നമ്മൾ എന്ത് വെച്ചാൽ പെർസെന്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് കണ്ടുപിടിക്കും. പെർസെന്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് വെച്ചാൽ 1 കിലോഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിൽ സാൻഡ് ഇടുന്നത്. അപ്പൊ നമ്മൾ 2.36 100 ഗ്രാം ആണ് നമുക്ക് എന്ത് കിട്ടിയത്, സാൻഡ് റീറ്റേൺ ചെയ്ത് കിട്ടിയ. ഓക്കെ, നമ്മൾ 1 കിലോഗ്രാം സാൻഡ് ഇട്ടു. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ 1 കിലോഗ്രാം എന്ത് ഇട്ടു, സാൻഡ് ഇട്ടു ഏറ്റവും മുകളിൽ കൂടി. ഇതിങ്ങനെ അടക്കി വെച്ചേക്കാണ്. പല പല സീവ് ഇങ്ങനെ അടക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി നമ്മൾ ഈ 1 കിലോഗ്രാം എന്ത് ഇട്ടു, സാൻഡ് ഇട്ടു. അപ്പൊ ഓരോ സീവിലും എന്ത് ചെയ്യും, ഇത് റീറ്റേൺ ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ ഈ 2.36, ഇത് 4.75, 2.36 അങ്ങനെ ഓർഡറിൽ വെച്ചേക്കാണ്. അപ്പൊ ഈ 2.36 നമ്മൾ എന്ത് ചെയ്യും, റീറ്റേൺ ചെയ്ത് ഫോർ എക്സാമ്പിൾ ഒരു 100 ഗ്രാം എന്ന് വിചാരിക്കാം. അപ്പൊ വാട്ട് ഈസ് ദ പെർസെന്റേജ് വെയിറ്റ് റിട്ടേൺ? ആ പെർസെന്റേജ് വെയിറ്റ് 1 കിലോഗ്രാം കിട്ടുന്നത്, അതിൽ 100 ഗ്രാം റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയാണ് പെർസെന്റേജ് വെയിറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 10% അല്ലേ? 1 കിലോഗ്രാമിൽ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 10% അല്ലേ? സോ 10% പറയാം. സോ നമ്മൾ പെർസെന്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് നമ്മൾ ഓരോ ഇതിലും കണ്ടുപിടിക്കും. ഓരോ സീവിലും എത്ര പെർസെന്റേജ് സാൻഡ് അല്ലെങ്കിൽ സോയിൽ റീറ്റെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും,
കണ്ടുപിടിക്കും. ആൻഡ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ടാബുലേറ്റഡ്. അത് ഇതിന്റെ എല്ലാ സീവിലെയും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൂട്ടി 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 കൊണ്ടുവരും. നെക്സ്റ്റ് ഫൈനസ് മോഡുലസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് റീറ്റെയിൻ ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമ്മൾ ഇതുപോലെ ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ 2.76ന്റെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാം 2.76ന്റെ ഒരു 10% കിട്ടി. ഓക്കെ, അതുപോലെ 1.18 ഒരു 30% കിട്ടി. 600 മൈക്രോൺ നമുക്കിപ്പോ 20% കിട്ടി. ഓക്കെ, അതുപോലെ നമുക്ക് 300 മൈക്രോണിന്റെ അതും ഒരു 20% കിട്ടി. അതുപോലെ 300 മൈക്രോൺ നമുക്ക് എന്ത് കിട്ടി, 20% കിട്ടി. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഓർഡറിൽ കിട്ടിയിരിക്കുന്നത്. ആദ്യം 10, പിന്നെ 30, പിന്നെ 20, പിന്നെ 20, പിന്നെ 20. ഓക്കെ, അപ്പൊ 5 സീവിനെ നമുക്ക്